കുടുംബം കൈയൊഴിഞ്ഞ മലയാളിക്ക് തണലായി ഒമാനിലെ പ്രവാസികൾ. പക്ഷാഘാതത്തെ തുടർന്ന് 4 മാസത്തോളമായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയെ നാട്ടിലെത്തിച്ചു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് പീസ് വാലി പ്രവർത്തകർ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 30-നുണ്ടായ മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് മലപ്പുറം സ്വദേശി മണ്ഡകത്തിങ്കൽ കൃഷ്ണനെ ഒമാൻ പോലീസ് ഖൗല ആശുപത്രിയിൽ എത്തിച്ചത്. മാസങ്ങളോളം നീണ്ട ചികിത്സയിൽ അസുഖം ഭാഗികമായി ഭേദപ്പെട്ടു. പക്ഷേ വലതുവശം തളർന്നുപോയി. കൃഷ്ണനെ വീൽചെയറിലിരുത്തി നാട്ടിലെത്തിക്കാൻ പൊതുപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറായില്ല. തുടർന്ന് ഖൗല ആശുപത്രി അധികൃതർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. എംബസി ഈ ദൗത്യം സാമൂഹിക പ്രവർത്തകനായ അനീഷ് കടവിലിനെ ഏൽപ്പിക്കുകയായിരുന്നു. കുടുംബവുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും ശരീരം തളർന്ന കൃഷ്ണനെ ചികിത്സിക്കാനും പരിചരിക്കാനും കഴിയില്ലെന്ന് അവർ അറിയിച്ചു. തുടർന്നാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള പീസ് വാലി ഹ്യൂമൻ കെയർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടതും കൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതും. എംബസി വഴി എറണാകുളം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച രേഖകൾ കൈമാറി. മുൻപ് 2 തവണ ശ്രമിച്ചെങ്കിലും വിവിധ കാരണങ്ങളാൽ വിമാനത്താവളത്തിൽ വെച്ച് തിരിച്ചയക്കുകയായിരുന്നു. 3-ാം തവണയാണ് യാത്ര സാധ്യമായത്. പീസ് വാലിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു നാട്ടിലത്തെ മാനേജ്മെന്റുമായിട്ട് അവരാണ് ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നത്. കൂടാതെ ഇന്ത്യൻ എംബസിയും കോള ഹോസ്പിറ്റലും എയർ ഇന്ത്യ എക്സ്പ്രസും എല്ലാം സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ ഇന്ന് രാവിലത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് അയക്കുകയാണ്. പീസ് വാലി പ്രവർത്തകരായ അനീഷ് കടവിൽ, നൌഷാദ് റഹ്മാൻ, സാബിത്ത് തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി. പീസ് വാലി ചെയർമാനും മറ്റു സഹായങ്ങൾ നൽകിയവർക്കും ഇവർ നന്ദി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.